Hi all, welcome to my channel. എൻ്റെ പേര് ഷെഫീദ. ഇന്ന് നമ്മൾ GSTയിലെ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ടാലിയിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യാം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ ഇൻറ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വരുന്ന പർച്ചേസോ അല്ലെങ്കിൽ സെയിലോ. ഇപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ വരുന്ന പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ, അല്ലാന്നുണ്ടെങ്കിൽ കേരളം കർണാടകയും തമ്മിൽ വരുന്ന പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ, ഇത്തരം ട്രാൻസാക്ഷൻസിൽ വരുന്ന ടാക്സ് ആണ് IGST, ഇൻറ്റിഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇനി നമുക്കിവിടെ രണ്ട് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൻ്റെ പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ടാക്സ് റേറ്റ്, HSN കോഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ പർച്ചേസ്, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ സെയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ടാലിയിൽ റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണ്. ഫസ്റ്റ് നമുക്കൊരു കമ്പനീനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് കമ്പനീനെ സെലക്ട് ചെയ്യുകയാണ്. ഇനി കമ്പനിക്കൊരു നെയിം കൊടുക്കണം. ഞാനിവിടെ GST ട്രാൻസാക്ഷൻ എന്നാണ് കമ്പനിക്ക് നെയിം കൊടുക്കുന്നത്. ഇനി കൺട്രി അവിടെ ഇന്ത്യ തന്നെ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. നമ്മുടെ കമ്പനി ഏത് സ്റ്റേറ്റിലാണോ കറക്റ്റ് സ്റ്റേറ്റ് കൊടുക്കുക. ഞാനിവിടെ കേരളയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് GSTയുടെ ഫീച്ചർ കൊടുക്കാം. F11, F3 എടുക്കുക. സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സ് ആക്ഷൻ. അതിൽ ഫസ്റ്റ് ഫീച്ചർ തന്നെ ഇനബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST S ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് S ആയിട്ട് കൊടുക്കുക. ഇവിടെ സ്റ്റേറ്റ് കേരള തന്നെ വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ടൈപ്പ് നമ്മൾ റെഗുലർ ആണ് കൊടുക്കുന്നത്. അതുപോലെ GST IN നമ്പർ കൊടുക്കണം. നമ്മുടെ കമ്പനിയുടെ GST IN നമ്പർ ഏതാണോ ആ നമ്പർ വേണം ഇവിടെ കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ടൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഈ ഒരു വിൻഡോനും ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ടാക്സിനെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഒരൊറ്റ ടാക്സ് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളൂ, IGST. അക്കൗണ്ട്സ് ഇൻഫോ ലെഡ്ജേഴ്സ് എടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക, നെയിം IGST എന്ന് കൊടുക്കുക. അതിൻ്റെ ഗ്രൂപ്പ് വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് ചോദിക്കുന്നുണ്ട്. അതേഴ്സ് അല്ല കൊടുക്കേണ്ടത്, GST ആണ്. ടാക്സ് ടൈപ്പ് IGST ആയതുകൊണ്ട് തന്നെ അവിടെ ഏതാ വരിക, ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി പെർസെൻറ്റേജ് നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല, ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒന്നും കൊടുക്കണ്ട, ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടാക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഐറ്റംസ് ആണ്, രണ്ട് ഐറ്റമാണ് നമുക്ക് തന്നിട്ടുള്ളത്. LED TV അതുപോലെ AC. അതിൻ്റെ പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഇൻവെൻട്രി ഇൻഫോ മെനു സെലക്ട് ചെയ്യാം. അതിൽ സ്റ്റോക്ക് ഐറ്റംസ് എടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് LED TV ആണ്. നെയിം LED TV എന്ന് കൊടുക്കുക. ഇനി അതിന് യൂണിറ്റ് കൊടുക്കണം. നോസ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. Alt C കൊടുക്കുക. സിമ്പൽ നോസ്, ഫോർമൽ നെയിം നമ്പേഴ്സ്. ഇനി ഇവിടെ നോസ് നമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നോക്കാം. 15,000 ആണ് പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് 18,000 ആണ്. അപ്പോൾ അവിടെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ള ഓപ്ഷൻ S ആയിട്ട് കൊടുക്കണം. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ അവിടെ പർച്ചേസ് പ്രൈസ് 15,000, സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് 18,000 കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് GST അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ അപ്ലിക്കബിൾ കൊടുക്കുക. അതുപോലെ തന്നെ സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് S ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷനും HSN കോഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി HSN കോഡ് ഇവിടെ വന്നിട്ടില്ല എങ്കിൽ F12 എടുക്കുക. അപ്പോൾ അതിലുണ്ടായിരിക്കും HSN കോഡ് കൊടുക്കാനുള്ള ഫീച്ചർ. അപ്പോൾ അത് S ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ HSN കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ LED TV എന്നാണ് കൊടുക്കുന്നത്, ഐറ്റത്തിൻ്റെ നെയിം തന്നെ. ഇനി HSN കോഡ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ LED TVൻ്റെ HSN കോഡ് 852990 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ കൊടുക്കണം, 852990. ഇനി കാൽക്കുലേഷൻ ടൈപ്പ് ഓൺ വാല്യൂ തന്നെ കൊടുക്കുക. അതുപോലെ ടാക്സബിലിറ്റി ടാക്സബിൾ ആണ്, ടാക്സബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് എത്രയാണ് ഈ ഐറ്റത്തിൻ്റെ ടാക്സ് നോക്കാം. LED TV 18% ടാക്സ്. അപ്പോൾ അവിടെ ഇൻറ്റിഗ്രേറ്റഡ് ടാക്സിൻ്റെ അവിടെ 18 എന്നുള്ളത് കൊടുക്കുക.
ഇനി ഇതിൽ ടൈപ്പ് ഓഫ് സപ്ലൈ ചോദിക്കുന്നുണ്ട്, ഗുഡ്സ് ആണ്, ഗുഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്ത ഐറ്റം ഏതാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്? എ സി ആണ്. അതിൻ്റെ പർച്ചേസ് പ്രൈസ് 25,000, സെല്ലിംഗ് പ്രൈസ് 28,000 തന്നിട്ടുണ്ട്. ഇനി അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നെയിം എ സി എന്ന് കൊടുത്തു. അതിൻ്റെ യൂണിറ്റ് നോസ് ആണ്, നോസ് കൊടുത്തു. സ്റ്റാൻഡേർഡ് റേറ്റ് എസ് ആയിട്ട് കൊടുക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റ് 25,000, സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് 28,000. ഇനി GST അപ്ലിക്കബിൾ ആയിട്ട് കൊടുക്കുക. സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് എസ് ആയി കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ AC തന്നെ കൊടുക്കുക. HSN കോഡ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 84 15 83 ആണ് തന്നിട്ടുള്ളത്. 84 ഇനി കാൽക്കുലേഷൻ ടൈപ്പ് ഓൺ വാല്യൂ കൊടുക്കുക. ടാക്സബിലിറ്റി ടാക്സബിൾ ആണ് കൊടുക്കുക. ഇനി GST റേറ്റ് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ACയുടേത് 28% തന്നിട്ടുള്ളത്. അപ്പോൾ 28 എന്നുള്ളത് ഇൻറ്റിഗ്രേറ്റ് ടാക്സിൻ്റെ അവിടെ കൊടുക്കുക. ഇനി ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ്, ഗുഡ്സ് സെലക്ട് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ 2 ഐറ്റംസും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്താണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഇവിടെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഗ്ലോബൽ ഇലക്ട്രോണിക്സ് കർണാടക. അപ്പോൾ നമുക്കിനി പർച്ചേസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുക. അതിൽ പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്യുക, F9. ഫസ്റ്റ് സപ്ലയർ ഇൻവോയ്സ് നമ്പർ ആണ് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ഒരു ഇൻവോയ്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി പാർട്ടി അക്കൗണ്ട് നെയിം, നമ്മൾ പാർട്ടിനൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ Alt C കൊടുക്കുക. ഗ്ലോബൽ ഇലക്ട്രോണിക്സ് ആണ് നമ്മുടെ പാർട്ടി. അപ്പോൾ പേര് അവിടെ കൊടുക്കുക, ഗ്ലോബൽ ഇലക്ട്രോണിക്സ്. അതിൻ്റെ ഗ്രൂപ്പ് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ കൊടുക്കാനുള്ളത് അവരുടെ സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ ഗ്ലോബൽ ഇലക്ട്രോണിക്സ് കേരള അല്ല, കർണാടകയാണ് സ്റ്റേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ കർണാടക എന്നുള്ള സ്റ്റേറ്റിന് വേണം ഇവിടെ സെലക്ട് ചെയ്യാനെങ്കിൽ GST കറക്റ്റായിട്ട് അവിടെ വരുള്ളൂ, IGST. ഇനി അവരുടെ പാൻ നമ്പർ, രജിസ്ട്രേഷൻ ടൈപ്പ്, അതുപോലെ GST IN നമ്പർ ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ പർച്ചേസ് ലെഡ്ജർ എന്നുള്ളടത്ത് നമുക്ക് പർച്ചേസ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. പർച്ചേസ്, അതിൻ്റെ ഗ്രൂപ്പ് പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുക. അതിൽ GST അപ്ലിക്കബിൾ ആയിട്ട് കൊടുക്കുക. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളത് ഗുഡ്സിനെ വേണം സെലക്ട് ചെയ്യാൻ, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ പർച്ചേസ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ LED TV 50, AC 30 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 2 ഐറ്റത്തിന് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാനിവിടെ LED TV കൊടുത്തിട്ടുണ്ട് 50. റേറ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി AC അത് 30. ഇനി ഇതിൽ ടാക്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഏത് ടാക്സ് ആണ്? IGST ആണ്, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനെ സെലക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ ടാക്സ് എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഐറ്റത്തിനും ടാക്സ് എത്രയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ Alt A കൊടുക്കുക. അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും എത്രയാണ് ടാക്സ് എന്നുള്ളതും ടോട്ടൽ ടാക്സ് എത്രയാണെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. LED TV 7,50,000, അതിൽ ടാക്സ് 1,35,000. അതുപോലെ AC 7,50,000, ടാക്സ് 2,10,10,000. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെ കാണാം പ്രൊവൈഡ് GST E-way ബില്ല് എന്നുള്ള ഓപ്ഷൻ S ആയി കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇൻവോയ്സ് നമ്പറും പാർട്ടിയുടെ പേരും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താണ് ചെയ്യാനുള്ളത്? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ സെയിലാണ്. സോൾഡ് ഗുഡ്സ് ടു റോബിൻ ഇലക്ട്രോണിക്സ്, മഹാരാഷ്ട്രയാണ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്കിനി സെയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. F8 സെയിൽസ് വൗച്ചർ എടുക്കുക. റെഫറൻസ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി പാർട്ടിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. Alt C കൊടുക്കുക. റോബിൻ ഇലക്ട്രോണിക്സ് ആണ് നമ്മുടെ പാർട്ടി. ഇപ്പോൾ നെയിം റോബിൻ ഇലക്ട്രോണിക്സ് എന്ന് കൊടുക്കുക. സെയിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രൂപ്പ് സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ മെയിൻറ്റെയിൻ ബാലൻസ് ബില്ല് S ആയി കൊടുക്കണം, ബില്ല് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്റ്റേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. മഹാരാഷ്ട്രയാണ് അവരുടെ സ്റ്റേറ്റ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതിൽ പാൻ നമ്പർ, രജിസ്ട്രേഷൻ ടൈപ്പ്, GST IN നമ്പർ ഒക്കെ കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് സെയിൽസ് ലെഡ്ജറിനെ ക്രിയേറ്റ് ചെയ്യാം. Alt C, സെയിൽ അക്കൗണ്ട്, ഗ്രൂപ്പ് സെയിൽ അക്കൗണ്ട് തന്നെ കൊടുക്കുക.
GST applicable കൊടുക്കുക. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഏത് ഐറ്റംസ് ആണ് സെയിൽ ചെയ്യണത്, എത്ര ക്വാണ്ടിറ്റി ആണെന്ന് നോക്കാം. LED TV 30, AC 20 ആണ്. അപ്പോൾ നമുക്കതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. LED TV ക്വാണ്ടിറ്റി 30 കൊടുക്കുക. സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് റേറ്റ് അവിടെ വന്നിട്ടുണ്ട്. അടുത്തത് AC 20. ഇനി ഇതിൽ ടാക്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. IGST സെലക്ട് ചെയ്ത് നോക്കാം. അവിടെ ടാക്സ് എമൗണ്ട് വന്നിട്ടുണ്ട്. ടോട്ടൽ ടാക്സ് 2,54,000 ആണ്. ഇനി ഓരോ ഐറ്റത്തിന് ടാക്സ് കാണാൻ ആൾട്ട് എ കൊടുക്കുക. അപ്പോൾ അതിൽ LED TVയുടേത് 5,40,000 ആണ് ടാക്സബിൾ വാല്യൂ. അതിൽ ടാക്സ് 97,200. AC-യുടേത് 5,60,000 ആണ് ടാക്സബിൾ വാല്യൂ. അതിൽ ടാക്സ് 1,56,800. ഇനി നമുക്കിതിൽ പ്രൊവൈഡ് ഇ വേ ബില്ല് SI കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ബില്ലിനെ കാണിക്കും. ഇനി ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ റിപ്പോർട്ട് നോക്കാം. ഡിസ്പ്ലേയിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യാം. അതിൽ GST സെലക്ട് ചെയ്യാം. അവിടെ GSTR1 ടോട്ടൽ സെയിൽസിൻ്റെ റിപ്പോർട്ടാണ് ഉണ്ടായിരിക്കുക. ഇനി GSTR2 ടോട്ടൽ പർച്ചേസിൻ്റെ റിപ്പോർട്ട് കാണിക്കും. അതിൽ ടാക്സബിൾ വാല്യൂ, ടാക്സ് എമൗണ്ട് എല്ലാം വന്നിട്ടുണ്ട്. ഇനി GSTR3B നോക്കുകയാണെങ്കിൽ അതിലും റിപ്പോർട്ട് കാണിക്കും, ടാക്സബിൾ വാല്യൂം ടാക്സ് എമൗണ്ട് ഒക്കെ. ഇനി റിപ്പോർട്ടിനെ ഫയലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ GST പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കമ്പനിയുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് റിട്ടേൺ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഫിനാൻഷ്യൽ ഇയറും മന്തൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ഈ റിപ്പോർട്ടിനെ ഫയലിംഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.